ഹേ ഗായ്സ് ഇറ്റ്സ് മീ. സോ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു കോഫി കുടിച്ചു, എൻ്റെ ഡേ സ്റ്റാർട്ടായി. ഇന്നത്തെ എൻ്റെ എയിം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നെ അമ്മേനെ കുറിച്ച് സഹായിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോസ് കണ്ടവരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ ഡീൽ ചെയ്ത ചാപ്റ്റർ അനാട്ടമി ആയിരുന്നു. അനാട്ടമി പഠിച്ചു കഴിഞ്ഞു. ഇന്നലെ രാത്രിയാണ് അനാട്ടമി പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് എണീച്ചത്, കാരണം കുറച്ച് നേരെ ഇരുന്നിട്ടാട്ടോ ഞാൻ ആ ചാപ്റ്റർ തീർത്തത്. കാരണം ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഞങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം, ഷോർട്ട് നോട്ട്സ് ഒക്കെ. ഞാൻ ശരിക്കും എനാട്ടമി എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഡൈക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെമ്മ്, ഡൈക്കോട്ട് ലീഫ്, അതുപോലെ തന്നെ മോണോക്കോട്ട് സ്റ്റെമ്മും ആ സംഭവമെല്ലാം ഇല്ലേ, അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല. കാരണം ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആയിപ്പോയി. കാരണം എനിക്ക് തോന്നി അത് എൻ സി ആർ ടിയിൽ എന്നെ ഓൾറെഡി ഉണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം എൻ്റെ എൻ സി ആർ ടിയിൽ അത് ഉണ്ട്. പക്ഷേ എൻ സി ആർ ടി തന്നെ വായിച്ചാൽ പോരെ, വെറുതെ എന്തിനാ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി സമയം കളയുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സത്യം പറഞ്ഞാൽ അതിൻ്റെ മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ പാട്ടില്ലേ, അതിൻ്റെ കുറച്ച് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ, സിമ്പിൾ ടിഷ്യൂസിൻ്റെ. പക്ഷേ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഓർമ്മയിൽ വരുമെന്ന് എനിക്ക് മനസ്സിലായി. പണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പഠിക്കാറ്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അത് എൻ്റെ ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഉഷാറ് കോഫിയും കുടിച്ച് ഞാൻ വിചാരിച്ചു ആദ്യം നോട്ട്സ് പ്രിപ്പയർ ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ പിന്നീട് മനസ്സിലാക്കി എന്തായാലും ഇത്ര ഒരു പഠിച്ചാണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങ് തീർത്താൽ അത്രയും സമാധാനമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും ഈ ഒരു ചാപ്റ്ററിൽ. പക്ഷേ 2 ദിവസം മുന്നേ ഞാൻ പഠിച്ച ഭാഗങ്ങൾ എനിക്ക് എല്ലാം ഞാൻ മറന്നുപോയി എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ചില ഉറപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, കാസ്പാരൻ സ്ട്രിപ്സ് നമുക്കറിയാലോ, അതുള്ളത് നമുക്കറിയാം ഡൈക്കോട്ട് റൂട്ടിലാണ്. പക്ഷേ അത് ഡൈക്കോട്ട് റൂട്ടിൽ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു, എന്നാൽ ഷോർട്ട് നോട്ട്സ് എന്തായാലും ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യണം. പക്ഷെ അതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഒന്ന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. കാരണം ഇത്ര പഠിച്ച സ്ഥിതിക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് മാറിപ്പോയില്ലല്ലോ. പക്ഷെ കുഴപ്പമില്ല, എത്രയൊക്കെ തെറ്റും എത്രയൊക്കെ ശരിയാക്കും നോക്കാം. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് 2025 നീറ്റിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കുറച്ച് മാർക്കിങ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ ഞാൻ കഴിഞ്ഞ റിപ്പീറ്റർ ലൈഫിൽ ചെയ്ത സംഭവങ്ങളായിരുന്നു. പിന്നെ എനിക്ക് പുതിയതായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ നമുക്ക് 2025 സ്റ്റഡി പാക്കേജ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിൽ ലെവൽ 1 ലെവൽ 2 എന്നുള്ള പാർട്സ് ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ബ്രില്യൻറ്റിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ എടുത്തിട്ടുണ്ട് മെറ്റീരിയൽസിലൊക്കെ. എനിക്ക് തോന്നുന്നു സ്റ്റഡി പാക്കേജിൽ തന്നെ 3 ലെവൽസ് വരെ വന്നിട്ടുണ്ട് കേട്ടോ. സോ ദ ഡിഫറൻസസ്. അതുകൊണ്ട് തന്നെ പുതിയ മെറ്റീരിയൽസ് എന്തായാലും വേണം എനിക്ക്. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഗാർഡനിങ് പരിപാടിയാണ്. ഞാൻ എന്തായാലും ജൂലൈ 7th പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് അമ്മയ്ക്ക് കുറച്ച് ചെടികളൊക്കെ നടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു അബ്യൂമിൻ്റെ മരമാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി ഒരുപാട് പണിയെടുത്തു കേട്ടോ ഞാൻ. നിങ്ങളിപ്പോൾ കാണും, ഈ ചില്ലി മൊത്തം മാറ്റേണ്ട, അപ്പുറത്തെ സൈഡിലിടണം. അപ്പോൾ ഇത് മൊത്തം മാറ്റുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമായിട്ടോ. അങ്ങനെ കുറേ പണിയെടുത്തു, തളർന്നു, കുറേ വെള്ളം കുടിച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. പക്ഷെ എനിക്ക് ഒട്ടും വിഷമം തോന്നിയില്ല. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര റിലീഫാണ്. അതെന്താണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് എവിടെയെങ്കിലും ഞാനൊരു സ്ഥലത്ത് വെറുതെ കുത്തിയിരുന്ന് ഫോൺ നോക്കുകയാണെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള മൂഡ് മൊത്തം പോകും. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് എവിടെയാണോ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുറച്ച്. അതെനിക്ക് തോന്നുന്നു എക്സസൈസിൻ്റെ കുറവാണ് എൻ്റെ ശരീരത്തിൽ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും കുറച്ച് എക്സസൈസ് എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾ ഹോസ്റ്റലിലാണെങ്കിൽ കൂടി നിങ്ങൾ ഹോസ്റ്റലിൽ ജസ്റ്റ് ഇപ്പം നിങ്ങൾ ഡ്രൂപ്പി ആയിട്ട് നിങ്ങൾക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ മേലോട്ടൊക്കെ ഒന്ന് ആ സ്റ്റെയർസിലോട്ട് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. അപ്പോഴേക്കും നിങ്ങൾ കുറച്ചും കൂടി റെഡി ആവും കേട്ടോ. അത് തന്നെയാണ് ഞാൻ ചെയ്യാറും. അതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് നല്ല രീതിയിലൊരു എനർജി നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും.
അങ്ങനെ ഞാനും അമ്മയും കൂടി ഏകദേശം അത് ക്ലിയറായി. അപ്പോൾ ആ ഒരു ബോക്സിലാണ് നമ്മൾ നടന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. നമ്മുടെ ചെടികളാണ്, നമ്മുടെ ചെമ്പരത്തികളാണ്. ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ കാറ്റ് വീശുന്ന പോലെ ഞാൻ നല്ല രീതിയിൽ ആട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റഡി പാക്കേജിൽ ഡിഫറൻസ് മാത്രമാണ്. എന്നാൽ സ്റ്റഡി മെറ്റീരിയൽസിലും, അതായത് നമ്മുടെ വർക്ക് ബുക്കിലും 100 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഉണ്ടാവാറ്. പക്ഷേ ഇപ്രാവശ്യം 150 ഒക്കെ ആക്കി എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എനിക്കറിയില്ല. ഓൾറെഡി ബ്രില്യൻറ്റിൽ പോയ കുട്ടികൾ എനിക്ക് മെസ്സേജ് ഇട്ട്, എൻ്റെ ഫ്രണ്ട്സ് മെസ്സേജ് ഇട്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. കറൻ്റ്ലി എന്താണെന്ന് അറിയില്ല. എനിക്ക് മെറ്റീരിയൽസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അതിൽ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റൂ. എന്തായാലും നല്ല ഒരു കാര്യമാണ്. കാരണം ഇത്രയും ടഫായിട്ട് എക്സാം വന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ബ്രില്യൻറ്റ് ഇങ്ങനത്തെ ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പം ഏകദേശം ക്ലിയറായി. അപ്പോൾ ഒരു കുഴിയൊക്കെ എടുത്തു. അങ്ങനെ വളക്കി ഇട്ടു, നട്ടു കേട്ടോ. സംഭവം നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ 2 എക്സ്ട്രാ മരങ്ങൾ കൂടി നട്ടിട്ടുണ്ട്. അത് ഒരു പിന്നെ നിങ്ങൾ നേരത്തെ കണ്ടത് പഴംപൊരിയാണ്. വൈകുന്നേരത്തെ സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും പണി ചെയ്തിട്ട് ഞാൻ വെറുതെ ഒരു സ്ഥലത്ത് എനിക്ക് കൈവേദന കാൽവേദന പറഞ്ഞിട്ട് ഞാൻ സോഫയിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഇരിക്കലുണ്ടാവില്ല. പിന്നെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് പഠനം എനിക്ക് ഒട്ടും പറ്റില്ല. അങ്ങനെ നേരത്തെ ഞാൻ 25 വരെയാണ് ചെയ്തത് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞതിന് ബാക്കി ചെയ്തു. 25-ൽ എനിക്ക് നേരത്തെ കിട്ടിയത് 24 മാർക്കായിരുന്നു. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. അതെനിക്ക് തോന്നുന്നു ഞാൻ കണ്ട ഡോപ്പയിൽ ദേവപ്രിയ മിസ്സിൻ്റെ ക്ലാസ്സിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റ് കുറച്ചും കൂടി വൈഡായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് കുറച്ച് ഔട്ട് വന്നതായിരിക്കും തോന്നുന്നു. പക്ഷേ എന്നാലും അതിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നി എനിക്ക്. അതുകൊണ്ട് ഞാൻ ഡൗട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എഴുതിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ബ്രില്യൻറ്റിൽ എത്തിയിട്ട് ഞാൻ ഏതെങ്കിലും ടീച്ചറോട് ചോദിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുറച്ച് റിവൈസൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ചില ഡൗട്ട്സ് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചെറിയ ഡൗട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്തത് അതൊന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ചു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് വെറുതെ അല്ല കേട്ടോ. NCERT ഭയങ്കര പാടാണ് നമ്മൾ എഴുതിയ പോയിൻറ്റ്സ് കണ്ടിരിക്കാൻ. പക്ഷേ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഏത് പോയിൻ്റാണ് നോക്കുന്നത് ആ പോയിൻ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് കിട്ടും. അപ്പോൾ സമയം നമുക്ക് നല്ല രീതിയിൽ ലാഭിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തുടങ്ങുന്ന ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് കിട്ടാതെ വന്നത് കേട്ടോ. ഭയങ്കര ഒരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ആരോടെങ്കിലും ചോദിക്കാനുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടാതെ അല്ലെങ്കിൽ തെറ്റിയ ക്വസ്റ്റ്യൻസാണ് ഞാൻ മാർക്ക് ചെയ്തത്. നേരത്തെ ക്വസ്റ്റ്യൻസ് ആ ക്ലാസ്സിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. അതിന് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയെടുത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവം കഴിഞ്ഞു, സെറ്റായി, എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പഴംപൊരി. ഇപ്പം സമയം ഏകദേശം 5:45 ആയിട്ടുണ്ട്. സാധാരണ ഈ സമയത്തിനേക്കാളും മുന്നേ ഞാൻ ചായ കുടിക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് പണിയും പിന്നെ അതുപോലെ തന്നെ പഠിത്തം ഒക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായി പോയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ പഴംപൊരി, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു കപ്പിൻ്റെ പകുതി കുടിക്കാറ്. പക്ഷേ എനിക്ക് എന്തോ ഞാനൊരു ഭയങ്കര ചായ ലവറാണ് കേട്ടോ. അതുകൊണ്ടാണ്, അത്രയൊന്നും ഇല്ല കേട്ടോ അത്. അങ്ങനെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷോർട്ട് നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്യാത്ത ഭാഗം, ആ ഭാഗത്തിൻ്റെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും NCERTയിലൂടെ ഒന്ന് പോവുകയാണ്. എന്നിട്ട് ഞാൻ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ല ഭംഗിയുണ്ടാവണമെന്നില്ല. കാരണം ഞാൻ ഫസ്റ്റ് 2 പേജസ് മാത്രമേ ശരിക്കും ഒരു ഷോർട്ട് നോട്ട്സ് കാണാൻ നല്ല ഭംഗിയുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഷോർട്ട് നോട്ട്സ് ഉണ്ടല്ലോ, അത് ഞാൻ തന്നെ എഴുതാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അത്രയും സ്പീഡിലാണ് ഞാൻ എഴുതിയത്. കാരണം എത്രയും പെട്ടെന്ന് അനാട്ടമി എന്ന ചാപ്റ്റർ തീർക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പോയത് കേട്ടോ. അതുകൊണ്ട് എൻ്റെ സ്പീഡ് കുറച്ച് നല്ല രീതിയിൽ ഞാൻ വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇത് എന്നെ എന്തായാലും ഹോസ്റ്റലിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഡൗട്ട് വരുന്ന സമയത്ത് ഞാൻ എഴുതിയ ഷോർട്ട് നോട്ട്സിലൂടെ ഒന്നുകൂടി കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ എഴുതിയ
ആ എഴുതി വെച്ച ആ സ്പോട്ടിൽ തന്നെ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പോയാൽ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ ഒന്നുകൂടി അതിലൂടെ പോയിട്ട് വീണ്ടും വായിച്ച് അങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ എയിം എന്ന് പറയുന്നത് ഫിസിക്സിലെ തെർമോഡൈനാമിക്സിൻ്റെ ക്ലാസ് ഞാൻ അന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അടുത്ത വീഡിയോസ് ഞാൻ വേഗം തന്നെ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2-3 കളേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതുന്നുണ്ട്. അതെന്തായാലും നിങ്ങളെ നല്ല രീതിയിൽ ഷോർട്ട് നോട്ട്സ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര നിങ്ങൾ ഡ്രൂപ്പി ആയിട്ട് ഇരിക്കുന്ന ലേസിനെസ്സിനോടെ ഇരിക്കുന്നുണ്ടെങ്കിലും ആ ഷോർട്ട് നോട്ട്സ് വായിക്കുന്ന സമയത്ത് ആ കളേഴ്സ്, ആ ബ്രൈറ്റ് കളേഴ്സ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ആണ് ശരിക്കും ആ ഷോർട്ട് നോട്ട്സ് വായിക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല കുറച്ച് കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ബ്രഷ് പെൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളിപ്പോൾ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ആക്കുന്ന കാണുന്നില്ല. അതൊന്നും സംഭവിച്ച് ഞാൻ ഒച്ചത്തിൽ പറയുകയാണ് കേട്ടോ, വായിച്ച് പഠിക്കുകയാണ്, അതാണ് സംഭവം. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പഠിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എന്നാലും ഞാൻ ഫുള്ളായി മറന്നിട്ടില്ല. പക്ഷേ ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു എനിക്ക് പഠിച്ചതിന് ശേഷം. ഇപ്പോൾ സമയം ഏകദേശം 7:45 ആവാൻ പോകുന്നുണ്ട്. സാധാരണ ഞാൻ ഈ സമയത്ത് ഫുഡ് കഴിക്കുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു എയിമൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ അത് കുറച്ചൊന്ന് നീട്ടിക്കൊണ്ടുപോയത്. എന്തായാലും കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാനൊരു 7 മണിക്ക് ഫുഡ് കഴിക്കും. നമ്മൾ ഹോസ്റ്റലിൽ പണ്ടുള്ള ഹോസ്റ്റലിലും നമുക്കൊരു 7:30-7 മണി ആ സമയത്ത് ഫുഡ് കിട്ടാറുണ്ട്. പിന്നെ നോമ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് ഫുഡ് തരും കേട്ടോ. ആ സമയം മാത്രം കുറച്ച് പ്രശ്നം ഉണ്ടാവാറുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ ഫുഡ് കഴിക്കാൻ. കാരണം ആ ഒരു സമയത്ത് ഞാൻ അതിനോട് ഭയങ്കര അഡ്ജസ്റ്റ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനും എപ്പം പറയും കേട്ടോ, നേരത്തെ ഫുഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ദഹനത്തിനെന്ന്. അങ്ങനെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഷോർട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം കളേഴ്സ് വെച്ചിട്ടൊക്കെ എഴുതുക. പിന്നെ നിങ്ങൾ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യില്ലേ, ആ സമയത്ത് നിങ്ങൾ ലാസ്റ്റിലോട്ട് അത് വെച്ചാണ്ടല്ലോ, നിങ്ങൾക്ക് ആ സമയം കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ മൈൻഡിലേക്ക് കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എപ്പോഴും എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ലാസ്റ്റാണ് ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാറ്. ആ സമയത്ത് എനിക്ക് കുറച്ചും കൂടിയും എനിക്ക് ആ ഒരു ലൈൻസിലൂടെ വീണ്ടും കടന്നു പോകുന്ന സമയത്ത് കുറച്ചും കൂടി എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫൈനലി നോട്ട്സ് ആർ കംപ്ലീറ്റഡ്. ഐ എം വെരി ഹാപ്പി. അപ്പോൾ ഞാൻ ലാസ്റ്റ് സ്റ്റാപ്ലർ ഒന്ന് ജസ്റ്റ് അടിക്കാം കേട്ടോ, കാരണം വേറെ എവിടെയും മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാൻ ഈ 3 പേജ് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ.
3 പേജ് 3 പേജ് ഏകദേശം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 3 പേപ്പർ, ഒരു ഫുൾ പേപ്പറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ 3 പേപ്പേഴ്സ് അല്ല, 3 പേജസ് എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്. ആ 3 പേജസിനുള്ളിൽ ഞാൻ എല്ലാം തീർത്തു. പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഇന്ന് ചോറെടുത്തു, പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകരച്ച മീൻ കറി ഉണ്ടായിരുന്നു.